ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ഇടയിലുള്ള പ്രശ്നം രൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഇടപെടലും വന്നിരിക്കുന്നു. ഇറാനിലെ ചില ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ മിലിറ്ററി നേരിട്ട് ബോംബാക്രമണം നടത്തിയെന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇസ്രായേലിനോട് ഇറാനെ ആക്രമിക്കരുത് എന്ന് താൻ പറഞ്ഞിരുന്നു എന്നാണ്. മാത്രമല്ല, ഈ പ്രശ്നം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡയലോഗുകളിലൂടെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകരുത് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അമേരിക്കൻ ആർമിയോട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അറ്റാക്ക് നടത്തുന്നതിനുള്ള അനുമതി കൊടുത്തത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുമ്പോൾ അത് ഇപ്പോഴുള്ള പ്രശ്നത്തിനെ കൂടുതൽ രൂക്ഷമാക്കി മാറ്റുമെന്നും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും എല്ലാവർക്കും അറിയാം. ഈ ഒരു നടപടി കൈവിട്ട് പോയി കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ തന്നെ സുരക്ഷയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, ലോക സാമ്പത്തിക മേഖലയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, എന്തിനേറെ പറയുന്നു ലോക സമാധാനത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ട് എന്തിനാണ് അമേരിക്ക ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നത്? എന്തിനാണ് ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് അമേരിക്ക മുന്നോട്ട് വരുന്നത്? അപ്പോൾ ഇസ്രായേലിനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി അമേരിക്ക മുന്നോട്ട് വരുമെന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ അമേരിക്കൻ നടപടി ഒരിക്കൽ കൂടി ശരിവെച്ചിരിക്കുകയാണ് എന്ന് കാണാം. ഇസ്രായേലിനുണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും അമേരിക്ക തങ്ങളുടെ സ്വന്തം ഡൊമസ്റ്റിക് ഇഷ്യൂ പോലെ കണ്ടുകൊണ്ടാണ് സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആണോ ഇസ്രായേൽ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ സഹായിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാർ അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ, ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ളവരായിക്കൊള്ളട്ടെ, എല്ലാവരും എപ്പോഴും പ്രോ ഇസ്രായേലായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സമയത്തും ഇസ്രായേലിന് ഇത്രയും വലിയൊരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ചരിത്രം എന്താണ്? ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഏതൊക്കെ രീതിയിലുള്ള സപ്പോർട്ടാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വരുന്നത്. അതിനുശേഷം അവർ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റുകളിലെല്ലാം മിലിറ്ററി പരമായിട്ടുള്ള സഹായം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1973 ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ടാങ്കുകൾ കൊടുത്തും ആയുധങ്ങൾ കൊടുത്തും എല്ലാം ഇസ്രായേലിനെ സഹായിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ പല അവസരങ്ങളിലും സഹായിക്കുന്നുണ്ട്. ഇനി മിലിറ്ററി പരമായിട്ടുള്ള സഹായം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും എല്ലായ്പ്പോഴും കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 2024 അവസാനം വരെയായിട്ട് ഏകദേശം $310 ബില്യൺ ധനസഹായമാണ് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏകദേശം $52 ബില്യൺ സാമ്പത്തിക സഹായമായിട്ടും ബാക്കി വരുന്നത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവുമായിട്ടാണ് കൊടുക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2016 ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വരുന്ന 10 വർഷത്തേക്ക് ഇസ്രായേലിൻ്റെ മിലിറ്ററി സഹായത്തിന് വേണ്ടിയിട്ട് $38 ബില്യൺ അമേരിക്ക പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഓരോ വർഷവും $3.8 ബില്യൺ അമേരിക്ക ഇസ്രായേലിന് കൈമാറുന്നത് എന്ന് കാണാം. ഇസ്രായേലിൻ്റെ ടോട്ടൽ ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ 16% ഈ ഒരു തുക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്പത്തിക സഹായം അമേരിക്കയിലെ ആളുകൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സാമ്പത്തിക സഹായം അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്നത്. ഇനി ഇതോടൊപ്പം സാങ്കേതികപരമായിട്ടുള്ള സഹായങ്ങളും ഈ 2 രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് കാണാം. മിലിറ്ററി പരമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള മോസ്റ്റ് മോഡേൺ ടെക്നോളജികൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇവിടെ വരുന്ന മറ്റൊരു സപ്പോർട്ട് എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അമേരിക്ക ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് കാണാം. അത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിലാണ്. ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലിലെ 5 പെർമനൻറ്റ് മെമ്പേഴ്സിൽ ഒരാളാണ് USA എന്ന് നമുക്ക് കാണാം. അവരുടെ കയ്യിൽ വീറ്റോ പവറുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 100ഓളം തവണയാണ് അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചത്. അതിൽ 49 തവണയും ഇസ്രായേലിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരവരുടെ വീറ്റോ പവർ ഉപയോഗിച്ചതെന്ന് കാണാം. ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ധംസനങ്ങൾക്കെതിരെയുള്ള റെസൊല്യൂഷൻസ് മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസൊല്യൂഷൻസ് ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അമേരിക്ക ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻസിനെ എല്ലാം എതിർത്ത് തോൽപ്പിച്ച് ഇസ്രായേലിനെ സഹായിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായും സൈനികപരമായിട്ടും പൊളിറ്റിക്കലായിട്ടും ഒക്കെയുള്ള വലിയൊരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോഴാണ് ഈ ചോദ്യം ഉയർന്നു വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സപ്പോർട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് അമേരിക്കയും ഇസ്രായേലും കൊടുക്കുന്ന ഒരു മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഷെയർഡ് വാല്യൂസ് ആൻഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണെന്നാണ്. അതായത് ഈ 2 രാജ്യങ്ങളുടെയും ചരിത്രവും മൂല്യങ്ങളും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇമിഗ്രൻ്റ് നേഷൻസ് ആണ്. അപ്പോൾ അമേരിക്ക നോക്കുകയാണെങ്കിൽ യൂറോപ്യന്മാർ കുടിയേറിയിട്ടാണ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ ചിതറിക്കിടന്നിരുന്ന ജൂത സമൂഹം കുടിയേറി വന്നിട്ടാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് അവരുടെ ഹിസ്റ്ററി ഷെയർഡാണെന്ന് പറയുന്നതിനുള്ളൊരു കാരണമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവരെ എതിർക്കുന്ന ആളുകൾ പറയുന്നത് ഈ രണ്ട് രാജ്യത്തെയും ആളുകൾ കുടിയേറി വന്നിട്ട് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആൾക്കാരെ കുടിയൊഴിപ്പിച്ചിട്ടാണ് തങ്ങളുടെ രാജ്യം ഉണ്ടാക്കിയത് എന്നുള്ളതും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഒരു സമാനതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഷെയർഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഷെയർഡ് വാല്യൂസുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും ഒരു വെസ്റ്റേൺ സൊസൈറ്റി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ജനാധിപത്യ രീതിയിലാണ് ഈ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അമേരിക്ക ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ജനാധിപത്യ രാജ്യമാണെന്നാണ് ഈ രണ്ട് രാജ്യങ്ങളും പറയുന്നത്. അപ്പോൾ ഈ രീതിയിലെല്ലാം അവരുടെ മൂല്യങ്ങളും അവരുടെ ചരിത്രവും ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സഹകരണവുമായി ഈ രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന് ഇവർ പറയുന്നു. എന്നാൽ ഇത് മാത്രമാണോ യഥാർത്ഥ കാരണം? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിലുള്ള റിലേഷൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് 1917 ഇസ്രായേലിൻ്റെ രൂപീകരണമൊക്കെ ബന്ധപ്പെട്ടിട്ട് ബാൽഫോർ ഡിക്ലറേഷൻ മുന്നോട്ട് വരുന്നത്. ആ ഒരു സമയത്ത് തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണ ആ ഒരു ഡോക്യുമെൻറ്റിന് കിട്ടുന്നത് നമുക്ക് കാണാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഒരു രാഷ്ട്രമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ ആ രാജ്യത്തെ ആദ്യം അംഗീകരിച്ചത് അമേരിക്കയാണ് എന്ന് കാണാം. മാത്രമല്ല ഈ ഒരു രാജ്യം നിലവിൽ വന്ന പ്രഖ്യാപനം നടത്തി വെറും 11 മിനിറ്റുകൾക്കുള്ളിൽ അമേരിക്കയുടെ അംഗീകാരം വന്നു എന്ന് കാണാം. പക്ഷേ ഈ രീതിയിലാണെങ്കിലും ആദ്യകാലത്ത് ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വലിയ രീതിയിലുള്ളൊരു സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കോൾഡ് വാറാണ്, ശീതയുദ്ധമാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് മേഖല നോക്കുകയാണെങ്കിൽ റഷ്യയോട് അല്ലെങ്കിൽ USSRനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഭൂരിഭാഗം രാജ്യങ്ങളും ആ ഒരു ബ്ലോക്കിലേക്ക് പോകുന്ന ഒരു ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സഖ്യകക്ഷികൾ വേണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരാദ്യം തിരഞ്ഞെടുക്കുന്നത് സൗദി അറേബ്യയാണ് എന്ന് കാണാം. സൗദി അറേബ്യ ഇവരുടെ ഭാഗമാക്കുന്നു. ഇനി സൗദി അറേബ്യയ്ക്ക് ശേഷം അടുത്ത സഖ്യകക്ഷിയാക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുന്നത് ആരെയാണെന്നറിയോ? അത് ഇറാനെയാണ്. ഇറാൻ്റെ അന്നത്തെ ഭരണാധികാരികൾ അമേരിക്കയുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായ 1953 ഇറാനിൽ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ അവിടുത്തെ അധികാരിയാക്കി മാറ്റുകയും അങ്ങനെ ഇറാൻ എന്ന രാജ്യത്തെ ഒരു പ്രോ അമേരിക്കൻ രാജ്യമാക്കി മാറ്റുകയുമാണ് അമേരിക്ക ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. 1956 സൂയസ് കനാൽ ക്രൈസിസ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളോടൊപ്പം ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിക്കുന്നതിനുള്ളൊരു പദ്ധതി ഇടുന്നു. എന്നാൽ അമേരിക്ക ഇതിനെ ശക്തമായി എതിർക്കുകയും എത്രയും പെട്ടെന്ന് അവിടെ ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇസ്രായേലിനെ വിമർശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി ഇത് മാത്രമല്ല 1960 ഇസ്രായേൽ സ്വന്തമായിട്ട് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെയും അമേരിക്ക ശക്തമായിട്ട് എതിർക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു വിരോധാഭാസം മനസ്സിലാക്കുക. ഇപ്പോൾ ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇസ്രായേലും അമേരിക്കയും ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഇതേ ഒരു സാഹചര്യത്തിലൂടെ ഇസ്രായേൽ മുന്നോട്ട് പോയപ്പോൾ അമേരിക്ക എതിർപ്പുമായി മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളൊരു ചരിത്ര സത്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവിടെ അമേരിക്കയുടെ നിലപാടിൽ മാറ്റമുണ്ടാകുന്നത് 1967 എന്നാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അമേരിക്ക വിയറ്റ്നാം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വിയറ്റ്നാമിൽ അവർ വലിയ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്താണ് ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും ഇടയിലൊരു യുദ്ധമുണ്ടാകുന്നത്. അതിനെയാണ് 6 ദിന യുദ്ധം അല്ലെങ്കിൽ 6 days വാർ എന്ന് പറയുന്നത്. ആ ഒരു യുദ്ധത്തിൽ ഇസ്രായേൽ മറ്റാരുടെയും സഹായമില്ലാതെ അറബ് രാജ്യങ്ങളെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഇസ്രായേലിൻ്റെ ആ ഒരു മിലിറ്ററി പവർ കണ്ട് മനസ്സിലാക്കിയതോടുകൂടി അമേരിക്ക ഒരു കാര്യം തീരുമാനിക്കുകയാണ്. സൗദിക്കും ഇറാനും പുറമെ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയാവേണ്ട രാജ്യം ഇസ്രായേലാണ് എന്ന്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള പവറുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള മിലിറ്ററി സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അവരൊരു ജനാധിപത്യ രാജ്യവും കൂടിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ സുദൃഢമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ തുടക്കമെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ രണ്ട് രാജ്യങ്ങൾക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല. അപ്പോൾ ഈ രീതിയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഹകരണം മുന്നോട്ട് പോവുകയാണ്. ഇതിന് ശേഷമുള്ള ചില പ്രധാനപ്പെട്ട എപ്പിസോഡുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1973 ഇസ്രായേലിനും അറബ് രാജ്യങ്ങൾക്കും ഇടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അമേരിക്ക കൃത്യമായി ആയുധങ്ങളൊക്കെ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ യുദ്ധത്തിൽ ഇസ്രായേലിന് ജയിക്കാൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. പിന്നീട് നടക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം 1979 ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷനാണ്. ആ റവല്യൂഷനോട് കൂടി പ്രോ അമേരിക്കനായിരുന്ന ഷാ ഗവൺമെൻറ് താഴെ പോവുകയും അതിന് പകരമായിട്ട് ഒരു ആൻറ്റി അമേരിക്കനായിട്ടുള്ള ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വരികയും ചെയ്യുന്നു. അതോടുകൂടി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഒരു സഖ്യകക്ഷി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സഖ്യകക്ഷികളെ നല്ല രീതിയിൽ ചേർത്ത് നിർത്താൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുന്നു. അങ്ങനെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിലുള്ള ഒരു സഹകരണം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നു. 1987 ഒരു മേജർ നോൺ നേറ്റോ അലയായിട്ട് അമേരിക്ക ഇസ്രായേലിനെ പ്രഖ്യാപിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത് 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷമാണ്. ആ ആക്രമണത്തിലെ ചില പ്രധാന സൂത്രധാരന്മാർ സൗദി പൗരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി സൗദിയെ ഒരു ട്രസ്റ്റഡ് അലയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നു. മാത്രമല്ല ഈ ഒരു സമയത്ത് ഇറാൻ ഓൾറെഡി അവർ അമേരിക്കയുടെ ശത്രുരാജ്യമാണ് എന്ന് മാത്രമല്ല അവരവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സഖ്യകക്ഷി കൂടിയേ തീരുകയുള്ളൂ എന്ന് മനസ്സിലാവുകയും അതിൻ്റെ ഭാഗമായി അവർ ഇസ്രായേലുമായിട്ടുള്ള സഹകരണം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ചുറ്റും ശത്രുക്കളൊക്കെ ആയതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ടുള്ള സഹകരണത്തോടു കൂടിയേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെയും ഇസ്രായേലിന് അമേരിക്കയും കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ളൊരു സാഹചര്യം വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവരുടെ ഇടയിലുള്ള ആ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഇതേ രീതിയിൽ ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ ഇടയിലൊക്കെ പല സമയത്തും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇറാനുമായിട്ട് ന്യൂക്ലിയർ ഡീലിൽ ഏർപ്പെടുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു അതിനെ കൃത്യമായി എതിർക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലുള്ള പാർട്ട്ണർഷിപ്പിന് യാതൊരു കോട്ടവും തട്ടാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിലുള്ള ആ ഒരു ശക്തമായ പാർട്ട്ണർഷിപ്പിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇത്രയും സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നിലധികം കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനുകളിലൊന്നാണ് ഇസ്രായേൽ ഉള്ളത് എന്ന് നമുക്ക് കാണാം. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഓയിൽ റിച്ച് മേഖലകളിലൊന്നാണ്. അതുപോലെ തന്നെ ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട് ബില്യൺസ് ഓഫ് ഡോളറിൻ്റെ വ്യാപാരം ഓരോ ദിവസവും കടന്നു പോകുന്ന ഒരു മേഖലയാണ്. സൂയസ് കനാലൊക്കെ പോലെയുള്ള മേഖലകൾ നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു മേഖലയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ വളരെ വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് അമേരിക്ക സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ചില ആളുകൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അമേരിക്കയുടെ അൺസിങ്കബിൾ എയർക്രാഫ്റ്റ് കാരിയർ, അമേരിക്കയുടെ മുങ്ങിപ്പോവാത്ത എയർക്രാഫ്റ്റ് കാരിയർ, അതുപോലെ തന്നെ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ അതുപോലെ തന്നെ അമേരിക്കയുടെ ആയുധങ്ങളുടെ എല്ലാം ഒരു വലിയ ശേഖരം ഇസ്രായേലിലുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സ്വന്തമായിട്ട് മിലിറ്ററി ബേസുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ മിലിറ്ററി ബേസുകളിൽ അമേരിക്കയുടെ പ്രസൻസും ഉണ്ടെങ്കിലും ഈ ഒരു മേഖലയിൽ അമേരിക്ക ഉൾപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ശേഖരമായിട്ടും അവർ ഇസ്രായേലിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഇസ്രായേലിനെ പലപ്പോഴും ആളുകൾ കളിയാക്കി വിളിക്കുന്നൊരു പേരാണ് അമേരിക്കയുടെ പ്രോക്സി എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ശത്രുക്കളെല്ലാം ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ് എന്ന് കാണാം. ഇസ്രായേലിൻ്റെ ശത്രുക്കളെല്ലാം അമേരിക്കയുടെയും ശത്രുക്കളാണ്. അപ്പോൾ ഈ ഒരു മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയുടെ ശത്രുക്കളെ എല്ലാം ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേരിട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് പകരം അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ നോക്കുമ്പോൾ അമേരിക്ക നേരിട്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല, എന്നാൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റുകൾ ഇവിടെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിട്ട് അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നതാണ് ഇസ്രായേലിന് അമേരിക്കൻ പൊളിറ്റിക്സിലുള്ള സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അമേരിക്കൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ നോക്കിയാൽ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിവിധ ലോബികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൺ ലോബിയുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ലോബിയുണ്ട്, ടെക് ലോബിയുണ്ട്. ഇതൊക്കെ ഓരോ പവർ ഗ്രൂപ്പുകളാണ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ധാരാളം പണം ചിലവാക്കും. അവർക്കിഷ്ടമില്ലാത്ത ആളുകൾ ഇലക്ഷനിൽ തോൽക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്ന ആൾക്കാരെ ജയിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ലോബികൾ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോബിയാണ് പ്രോ ഇസ്രായേലി ലോബികൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് പറയുന്നതാണ് എയ്പാക് എന്ന് പറയുന്നത്. അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, അത് ചെറിയ തിരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആയിക്കൊള്ളട്ടെ, അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു പ്രോ ഇസ്രായേൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ അയാളെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം പണം മുടക്കും. അതേസമയം മത്സരിക്കുന്ന ആൾ ഒരു ആൻറ്റി ഇസ്രായേൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ അയാളെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്ന ആളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം പണം ചിലവാകും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1981 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി കാർട്ടർ രണ്ടാമത്തെ ഇലക്ഷനിൽ മത്സരിക്കുകയാണ്, റീ ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ഷന് തൊട്ട് മുന്നേ ഉള്ള ഒരു ചർച്ചയിൽ
പലസ്തീൻ എന്ന രാജ്യത്തിന് ഫുൾ ഓട്ടോണമി കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ 81 ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് ഈ പ്രോ ഇസ്രായേൽ ലോബികളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അമേരിക്കയിലെ ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കണമെങ്കിൽ അവർ വിവിധ ലോബികളെ തൃപ്തിപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പ്രോ ഇസ്രായേൽ ലോബിയെയും അവർ തൃപ്തിപ്പെടുത്തണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാലോ ഇവരുടെ പണം മേടിച്ച് ജയിച്ചതുകൊണ്ട് പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിലവിലത്തെ ഇസ്രായേൽ ഗാസ വിഷയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ബില്ലുകൾ അമേരിക്കൻ കോൺഗ്രസ്സിൽ എത്തുമ്പോഴും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആ ബില്ലുകളെല്ലാം പാസ്സാക്കപ്പെടുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോ ഇസ്രായേൽ ലോബികളുടെ ഭാഗമായിട്ട് അമേരിക്കൻ പൊളിറ്റിക്സിൽ ഇസ്രായേലിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ്റുകളെല്ലാം ഭൂരിഭാഗവും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റുകളായിരിക്കും. അത് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലുള്ള പാർട്ട്ണർഷിപ്പ് ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. അമേരിക്ക ഇസ്രായേലിനെ സാമ്പത്തികമായി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അമേരിക്കയുടെ വെപ്പൺസ് ഇൻഡസ്ട്രിക്ക് വലിയ രീതിയിലുള്ളൊരു ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അമേരിക്ക ഓരോ കാലഘട്ടങ്ങളിലും വലിയ വലിയ സംഖ്യകളാണ് ഇസ്രായേലിന് മിലിറ്ററി എയ്ഡായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന തുകയുടെ ഭൂരിഭാഗവും അമേരിക്കൻ വെപ്പൺസ് വാങ്ങുന്നതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പണം അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് നമുക്ക് കാണാം. മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ വർഷം വാങ്ങിയിട്ടുള്ള ആയുധങ്ങളുടെ 66% അമേരിക്കയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. സോ അമേരിക്ക ഇസ്രായേലിന് പണം കൊടുക്കുന്നുണ്ടെങ്കിലും ആ പണം തിരിച്ച് അമേരിക്കയിലെ വെപ്പൺ ലോബികളുടെ കയ്യിലേക്ക് തന്നെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അമേരിക്ക ഇസ്രായേലിന് ആയുധം സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഇത് കാരണമാവുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ ഈ രീതിയിലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിൽ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലെല്ലാം നോക്കുകയാണെങ്കിൽ ഒന്നിലധികം വളരെ ശക്തമായിട്ടുള്ള കാരണങ്ങളുള്ളതുകൊണ്ടാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടയിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഇത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരാൾക്ക് മറ്റൊരാളെ കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഡിപ്പെൻഡൻസി ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് എന്ത് വില കൊടുത്തും എന്ത് റിസ്ക് എടുത്തും ഇസ്രായേലിനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അമേരിക്ക സഹായിക്കാൻ എത്തുന്നതും തിരിച്ച് ഇസ്രായേൽ അമേരിക്കയെ സഹായിക്കുകയും ചെയ്യുന്നത് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.